മോളെല്ലാ സ്ഥലവും കണ്ടില്ലേ? അല്ല നന്ദിനി എവിടെ? അവള് നമ്മളോട് ഉണ്ടായിരുന്നല്ലോ. അയ്യോ ഇനി നിലവറയിലേക്കുള്ള തുരങ്കം തപ്പി പോയിട്ടുണ്ടാവോ? ആ പോത്തതല്ല, അതിന്റെ അപ്പുറം ചെയ്യും. എന്താ പറ്റി? ഇവിടെ നിന്നൊരു തുരങ്കം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലേക്ക് ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതാ. നന്ദിനിയെടുത്ത് അത് അന്വേഷിച്ചു പോയെന്ന് തോന്നുന്നു. ഇങ്ങനൊരു വെട്ടിപ്പെണ്ണ്. വിഡ്ഢിയായത് കൊണ്ടല്ല, ആർത്തി കൂടിയതുകൊണ്ടാ. നിങ്ങൾ നന്ദിനി നന്ദിനി പോയി തപ്പു. ഇതെങ്ങോട്ട് പോയി? നന്ദിനി നന്ദിനി വിനയ് ചേട്ടാ അങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെ നോക്കാം. നീ എവിടെ പോയി നോക്കാം. ഇവിടെ നമ്മൾ പോയി കിടക്കാം. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇല്ല അവിടെയൊന്നുമില്ല. ഹലോ, അതെ വിനായന. ആ നന്ദിനി എന്റെ ഭാര്യ എവിടെ? സാർ നന്ദിനി സെക്യൂരിറ്റി ഓഫീസിലുണ്ടെന്ന്. വാ. കൊള്ളാം. എന്തുവാടി? സാറേ, ഞാനാ വിനായകൻ. ഇവരെവിടെയാ കയറിയിരുന്നറിയോ? ആ നിലവറയ്ക്കകത്ത് കയറിയാലേ ശ്വാസം പോലും കിട്ടത്തില്ല. ഞാൻ വെറുതെ ഒന്ന് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പൊ പുറകെ ആരും അടച്ചതാ. നിങ്ങൾ അകത്ത് കയറിയപ്പോ ആ ഡോറ് തനിയെ ലോക്കായതാവും. ആരും അടച്ചതാവില്ല. സത്യമാണ് സാറേ, എന്നെ ആരും പുറത്തുനിന്ന് അടച്ചതാ. അനധികൃതമായി അകത്ത് കയറിയതിന് എത്ര രൂപ പിഴ അടയ്ക്കണമെന്ന് അറിയോ? അയ്യോ സാറേ, അറിയാതെ പറ്റിപ്പോയതാ. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിലേ ശ്വാസം മുട്ടി ചത്തുപോയനെ. പിന്നെ ഞങ്ങൾക്കാവും പുലിവാലി. സാർ പ്ലീസ്, ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കണം. ഒരു ഇഷ്യൂ ആക്കിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. ഇവർക്കെന്താ ബുദ്ധിയും ബോധമില്ലേ? ഇല്ല. എഴുതി വെച്ചത് വായിക്കാൻ അറിയില്ലേ? സോറി സാർ, എഴുതി വെച്ചത് ഞാൻ കണ്ടില്ല. ഇപ്പോഴത്തേക്ക് വിടണം സാർ. അപ്പൊ ഇനി കയറിയ ശിക്ഷിച്ചോളാനാണോ? അയ്യോ, ഇനി ഒരിക്കലും ഞാൻ ഈ വഴി വരില്ല സാർ. വിളിച്ചിറങ്ങിക്കൊണ്ട് പോടോ. പാടി വലിയ കഷ്ടം തന്നെ. വലിയ ഉപകാരം സാർ. അങ്ങനെ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവിടുന്ന് നേരെ പോയി ആ നിലവറയിലേക്കാണ് നിന്റെ ഭാര്യയിലട പറഞ്ഞത്. കോപ്പാണ് വച്ചിട്ടുണ്ട് എല്ലാവർക്കും. എടീ ഇന്റർനാഷണൽ പരാജയമേ. എടാ, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ പറയാൻ? ചുമ്മാ. ശുചീന്ദ്ര അമ്പലത്തി. പിന്നെ നന്ദിനി, അമ്പലത്തിലെ ഗുഹ അന്വേഷിച്ചു പോകരുത് കേട്ടോ. അവിടുന്ന് രക്ഷപ്പെട്ടതുപോലെ ഇവിടുന്ന് രക്ഷപ്പെട്ടെന്ന് വല്ലേ. മതി കളിയാക്കിയത്. അവക്കൊരു അബദ്ധം വെച്ചതാ. നട അടയ്ക്ക് മുമ്പ് തൊഴുതിറങ്ങാം. നിങ്ങൾ പോയിട്ട് വന്നോളൂ, എനിക്ക് വരാൻ പറ്റില്ല. എന്നാ വിശ്വ ശ്രീജയുടെ കൂടെ നിക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. വാ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. വാ. ഇപ്പൊ വരാം. മാഷേ, അകത്തേക്ക് വരുന്നില്ലേ? നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. വിക്രം, നമുക്ക് അപ്പുറത്തോട്ട് മാറി നിൽക്കാം. വാ. കുറച്ച് ദിവസമായി നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അതിന് പറ്റിയ സന്ദർഭം കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇതിലും നല്ല സ്ഥലവും സന്ദർഭവും അത് ചോദിക്കാൻ വേറെയില്ല എന്നൊരു തോന്നി. ജീവിതത്തിൽ ഇത്ര നാളും ഞാനൊരു വിശ്വാസത്തിലാണ് ജീവിച്ചത്. എനിക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ തെറ്റ് ചെയ്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച മകന്റെ പിതാവാണ് ഞാൻ എന്ന വിശ്വാസത്തിൽ. അത് ഒരിക്കൽ പോലും വീണ്ടും വിചാരത്തിന് വിധേയമാക്കണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഇടയായി അങ്ങനെ ഒരു തോന്നൽ. ശരിക്കും വേദയാണ് അതിനെ പ്രേരിപ്പിച്ചത്. എന്താണ് പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കുപ്രസിദ്ധമായ ഒരു അനാചാരം കാലങ്ങളോളം കൊണ്ടു നടന്നൊരു ക്ഷേത്രമാണ്. ശുചീന്ദ്രൻ കൈമുക്ക് എന്ന പേരിൽ വളരെ കുപ്രസിദ്ധമായ ഒന്ന്. നീ കേട്ടിട്ടുണ്ടോ? ഒരാളൊരു തെറ്റ് ചെയ്താൽ തെറ്റുകാരനല്ലാന്ന് തെളിയിക്കാൻ നടത്തിയിരുന്ന ഒരു ചടങ്ങാണത്. അമ്പലത്തിന്റെ മുന്നിൽ ഒരു പാത്രത്തിൽ എണ്ണ വെട്ടിത്തിളയ്ക്കുന്നുണ്ടാവും. അതിൽ കൈമുക്കി പാത്രത്തിലെ രാജമുദ്രയുള്ള സ്വർണ്ണ നാണയം എടുത്തു നൽകണം. 3 ദിവസം കഴിഞ്ഞ് കയ്യിലെ പാടുകളൊക്കെ പോയെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വിധിക്കും. കൈ പൊള്ളിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരനാണെന്ന് വിധി. ഫലത്തിൽ രാജാവിന്റെ മുന്നിൽ എല്ലാവരും കുറ്റക്കാരായി. കാലങ്ങളോളം നീണ്ടുനിന്ന ആ ദുരാചാരം ബ്രിട്ടീഷുകാരാണ് നിർത്തലാക്കിയത്. ഇങ്ങനെ ഹിസ്റ്ററി ക്ലാസ് എടുക്കാനാണ് അവരെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഞാനിത് എന്തിനാണ് നിന്നോട് പറഞ്ഞതെന്ന് മനസ്സിലായോ? കുറ്റം ചെയ്തു എന്ന ആരോപണമായി മുന്നിൽ നിൽക്കുന്നവരെ മുഴുവൻ കുറ്റക്കാരായി വിധിക്കുന്ന മനസ്സ് പണ്ട് മാത്രമല്ല, അതിപ്പോഴും ഉണ്ട്. തെറ്റ് ചെയ്തവൻ അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നല്ല, ചെയ്തിരിക്കാൻ എന്തൊക്കെ സാധ്യതയുണ്ടെന്നാ നമ്മൾ ആദ്യം അന്വേഷിക്കുക. ഞാനും അങ്ങനെയാണോ നിന്നെ വിധിച്ചതെന്ന് എനിക്കിപ്പോ ഭയം തോന്നുന്നു. അത് നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം. പണ്ട് ഈ ക്ഷേത്രമുറ്റത്ത് സത്യം തെളിയിക്കാൻ ആളുകൾ കൈമുക്കിയിരുന്നത് തിളച്ച എണ്ണയിലായിരുന്നുവെങ്കിൽ ഇന്ന് തിളയ്ക്കുന്നത് എന്റെ നെഞ്ച. അതിൽ തൊട്ട് നീ സത്യം പറയണം. എന്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടാണോ അന്ന് ജയിലിൽ പോയത്? ഇനി ഈ ഭാരം എനിക്ക് താങ്ങാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നീ ശരിക്കും തെറ്റ് ചെയ്തോ അതോ? എന്തെങ്കിലും ഒരിക്കൽ അച്ഛന്റെ മുന്നിൽ ഇങ്ങനൊരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ ഇന്നുവരെ വിചാരിച്ചിരുന്നില്ല. ആരാണ് തെറ്റ് ചെയ്തതെന്ന് അച്ഛൻ എന്നോട് ചോദിക്കരുത്, അത് ഞാൻ പറയില്ല. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ആ തെറ്റേറ്റെടുത്തതായിരുന്നു. അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അച്ഛൻ ജയിലിൽ പോകുന്നത് കാണാതിരിക്കാൻ എനിക്കത് ചെയ്തേ പറ്റൂന്ന് അന്ന് എനിക്ക് തോന്നി. പിന്നെ അതിൽ നിന്ന് മാറ്റി പറയാൻ പറ്റാത്ത ഒരു കുരുക്കിലായി പോയി ഞാൻ. അതെന്നോട് അച്ഛൻ ഒരിക്കലും ചോദിക്കരുത്. അത് മതിയോ? ചെറിയ വിളക്കിനെടുത്ത് ചിന്ന വിളക്കാ ഇതാ 220. 220 എപ്പോഴും നന്നായിട്ടുണ്ട്. പക്ഷെ എന്തിനാ വിളക്കൊക്കെ ഇപ്പോ? നമ്മുടെ സ്ത്രീ പ്രൊഡക്ട്സിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഞാൻ നിനക്ക് വാങ്ങിച്ചിരുന്ന ഗിഫ്റ്റാ. വളയൊക്കെ നമുക്ക് അടുത്ത കടന്ന് വാങ്ങിക്കാം. വിഷുട്ട് വേണമെങ്കിൽ പോയി തൊഴുതു വന്നോളൂ. വാള ഞാൻ വാങ്ങിക്കൊടുക്കാം. എനിക്കങ്ങനെ ദൈവത്തെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാത്ത ആളാണല്ലോ, വല്ലപ്പോഴും എന്നോടൊപ്പം വന്നാലായിരുന്നല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ദൈവത്തിന് മുന്നിൽ പരാതി പറയാൻ ആളുകളെ ക്യൂ ആണ്. ഒരാളായിട്ട് മാറിയുന്ന അത്രയും പെട്ടെന്ന് വേറൊരാളുടെ ഫയൽ തീർപ്പാക്കി കൊടുത്തു വിടാലോ. അങ്ങനെ പരിഹസിക്കുന്ന വേണ്ട വിഷോട്ടാ. ഇത്തിരി വിശ്വാസം ഉണ്ടാവുന്ന നല്ലതാ. എന്നൊക്കെ ഞാനും ആദ്യം വിചാരിച്ചിരുന്നു. പിന്നെ മനസ്സിലായി അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അച്ഛൻ നിരീശ്വരവാദിയാണോ? അയ്യോ, മോളോട് എത്ര വലിയ വാക്കൊക്കെ പഠിച്ചത്? ഇപ്പൊ അച്ഛൻ അതിന് ഉത്തരം പറഞ്ഞാലേ മോൾക്ക് മുഴുവനായിട്ട് അത് മനസ്സിലാവില്ല. മോള് കുറെ കൂടി വലുതാവുമ്പോ അച്ഛൻ ഇതിന് ഉത്തരം പറയാം കേട്ടോ. അടുത്ത വർഷം മോളെ എന്തായാലും ഇവിടെ ചേർക്കണം വിഷോട്ടാ. അതിലെന്താ സംശയം? അവസാനം നമ്മുടെ സമയം തെളിഞ്ഞില്ല. നീ നോക്കിയോ, ശ്രീ പ്രോഡക്ട്സ് ഇനി കത്തി കയറാൻ പോവാ. നമുക്ക് നഷ്ടമായതല്ലേ നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. നീ വാ, നമുക്ക് മോക്ക് വളവാൻ. ചേട്ടാ, ഇതൊന്ന് പാഴ്സൽ പണി വെച്ചിരുന്നേ.
വളമടിച്ചിട്ട് തിരുമ്പി വരെ. ആഹാ എന്ത് മനോഹരമായ കൊത്തുപണികൾ, എന്താ ഒരു ഭംഗി. നിങ്ങൾ ഇവിടെ എന്തോ കണ്ടോണ്ട് നിൽക്കുവോ മനുഷ്യ? എടി വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമല്ലേ നന്ദിനി, അതിന്റെ ശില്പചാതുരി നോക്കിയിരുന്നതാ. നിങ്ങൾ ഇവിടെ ശില്പചാരുതയും വാസ്തുവിദ്യയൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. അവിടെ കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുവോ? ഡ്രാമയോ? ആ കണ്ണീരി ചൊരിയുന്ന ഒരു ഗദ്ഗത കഥ. നിങ്ങളുടെ അച്ഛൻ വിക്രമിനെ കൊണ്ട് രഹസ്യമായി സംസാരിക്കാൻ പോയപ്പോ അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് കൂടെ പോയതാ ഞാൻ. ആദ്യം നിങ്ങളുടെ അച്ഛൻ അവൻ എന്തൊക്കെയോ ഹിസ്റ്ററി ക്ലാസ് എടുത്തു കൊടുത്തു. സത്യം തെളിയിക്കാനായിട്ട് ഇവിടെ നടത്തിയ ഒരു പരീക്ഷയെ പറ്റി എന്തോ ഒരു കൈമുക്ക്. സുചീന്ദ്രൻ കൈമൂക്ക്. ആ അത് തന്നെ. എടി അതൊക്കെ 19-ാം നൂറ്റാണ്ട് നിർത്തലാക്കിയതാ. അതായിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ അച്ഛൻ ഇന്ന് വിക്രമിനെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചു. നിങ്ങളുടെ അച്ഛന്റെ തിളയ്ക്കുന്ന നെഞ്ചിൽ കൈമുക്കി അവൻ ആ സത്യം പറയുകയും ചെയ്തു. എന്ത് സത്യം? അവൻ തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ കിടന്നേന്ന് അയ്യോ അവൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. അല്ല അത് കേട്ടപ്പോ നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ഞാൻ ഞെട്ടിയോ? നല്ല അസലായിട്ട് ഞെട്ടി. ഓടിയാണ് എനിക്ക് തോന്നിയതായിരിക്കും. അല്ലെന്നേ, തോന്നിയതല്ല. പിന്നെ അവൻ തെറ്റിയാതെയാണ് ജയിലിൽ കിടന്നെന്ന് പറയുമ്പോ അതൊരു ഞെട്ടിക്കുന്ന വാർത്തയല്ലേ നന്ദിനി? ആണോ? ആ. പക്ഷേ അത് കേട്ടിട്ട് തന്നെയാണോ നിങ്ങൾ ഞെട്ടിയത്? സത്യം നിനക്കെന്നെ വിശ്വാസമില്ലേ? ശരി, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ എന്നോട് തുറന്നു പറയണം. പറ എന്തുവാ? ഇപ്പൊ നിങ്ങൾ ഞെട്ടിയ കാരണം പോലെ വേദ നിങ്ങളെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ ഞെട്ടുന്ന എന്തിനാണെന്ന് ഇപ്പൊ എന്നോട് പറയണം. അത് ഏതോ ഒരു വലിയ രഹസ്യം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതെന്നോട് പറഞ്ഞേ പറ്റൂ. എടി പിന്നെ അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഉണ്ട് വിനയേട്ടാ. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അമ്പലത്തിന്റെ മുന്നോട്ട് വാ. നമുക്ക് ആ പഴയ ശുചീന്ദ്രൻ കൈമുക്ക് ഒന്നുകൂടെ ചെയ്യാം. അത്ര മനസ്സുറപ്പുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ചെയ്യും. നീ എന്ത് തിളത്താടി പറയുന്നത്? തിളച്ച എണ്ണ കൈമുക്കിയാ പൊള്ളൂ എന്നുള്ളത് ശാസ്ത്ര സത്യമാണ്. വിശ്വാസം കൊണ്ടൊന്നും അത് ഇല്ലാതാവത്തില്ല. ഇല്ലല്ലോ. ഇല്ല. അപ്പോ ഭാര്യയുടെ മുന്നില് ഒന്നും ഒളിച്ചു വെക്കാതിരിക്കുന്നത് ഉള്ളിൽ സത്യമുള്ള ആളുകൾ ചെയ്യേണ്ടതാ. ആ സത്യമാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണിക്കേണ്ടത്. എടി അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ 1 2 തവണ പറയിപ്പിച്ചോളാം, സാരമില്ല. എടി ഇനി നിങ്ങളെ ഞാൻ അത് പറയിപ്പിക്കാതെ വിടില്ല. നന്ദിനി നീ കുഴപ്പിക്കല്ലേ? പണ്ട് പറ്റിയൊരു അബദ്ധമാണ് ഇപ്പൊ നീ തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നത്. അബദ്ധമല്ലേ? അത് തുറന്നു പറയുന്നത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഞാൻ പറയാം, പക്ഷെ നീ ക്ഷമയോടെ കേൾക്കണം. നിങ്ങളുടെ കൂടെ ഇത്രയും കാലം കഴിയാനുള്ള ക്ഷമ ഞാൻ കാണിച്ചില്ലേ വിനേട്ടാ? പിന്നെയാണോ ഒരു വാർത്ത കേൾക്കാൻ? പറ, ഞാൻ കേൾക്കട്ടെ. അത് വിക്രം ജയിലിൽ പോയത് അവൻ ചെയ്ത തെറ്റിനല്ല, ഞാൻ ചെയ്ത തെറ്റിനാ. നിങ്ങൾ എന്തൊക്കെയാ വിനേട്ടാ പറയുന്നത്? ഇതാണ് നന്ദിനി സംഭവിച്ചത്. ദയവ് ചെയ്ത് ഇത് അമ്മയും അച്ഛനും അറിയരുത്. അവരറിഞ്ഞാ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പോലും കഴിയില്ല. വിനേട്ടാ ഇത് അമ്പലമായി പോയി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കരണക്കുറ്റി നോക്കിയൊന്ന് ഞാൻ പൊട്ടിച്ചേനെ. നന്ദിനി എനിക്ക് വേദയുടെ അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ അവളോട് മത്സരിച്ചിട്ടുമുണ്ട്, വഴക്കിട്ടിട്ടുമുണ്ട്. അത് അവളോടുള്ള കുശുമ്പ് കൊണ്ടാ. അത് ചിലപ്പോ ഞാൻ ഇനിയും കാണിക്കും. പക്ഷെ നിങ്ങൾ ഈ കാണിച്ചത് കൊടും ചതിയാ. കുടുംബത്തെ മുഴുവനായിട്ടാ നിങ്ങൾ ചതിച്ചത്. നാളെ എന്നെ ചതിക്കത്തില്ലെന്ന് ആര് കണ്ട്? അങ്ങനൊന്നും പറയല്ലേ നന്ദിനി. ഇത്രയും കാലമായിട്ടും ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഇത് അങ്ങനെ ഒരു സംഗതിയായി പോയി. വിക്രം പോലെ ഇത് ആരോടും പറയാതെ ഒളിച്ചു വെക്കല്ലേ ചെയ്തത്. പ്ലീസ് വിക്രം ആരോടും പറയില്ല. വേദയും പറയാൻ തോന്നുന്നില്ല. നീ പൊട്ടബുദ്ധി ഉണ്ടെന്ന് വിളിച്ചു പറയാൻ നിൽക്കരുത് പ്ലീസ് നന്ദിനി, പ്ലീസ്. ഇത്തവണ വിക്രം മലയിൽ നിന്ന് വന്ന മാലയെ ഒരു വ്രതം മുറിക്കുമ്പോ നിങ്ങൾ തമ്മിൽ ഒരു പുതിയ ജീവിതത്തിലൂടെ തുടക്കാവോ മോളെ? മനുഷ്യൻ വിചാരിക്കുന്നു, ദൈവം തീരുമാനിക്കുന്നു എന്നല്ലേ അമ്മ? നമുക്ക് നോക്കാം.